വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി. രണ്ട് ആക്സിഡൻറ്റ് കഴിഞ്ഞു. ഞങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ടുണ്ടായതാണ് 2 ആക്സിഡൻസും. ഒന്ന് ഇവിടെ വെച്ച് തന്നെയാണ്, കണ്ണേൻ റോഡ്. നമ്മുടെ മുളവാട് ഭാഗത്ത് ദൂരെ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് എടുത്താൽ വരുന്നുണ്ടോ? ആണോ? ഇപ്പം റൈറ്റ് കയറും കേട്ടോ. വേണ്ട കയറി പോകണോ? ആണോ? ഇതാണ് ഇവിടെ ആക്സിഡൻസിൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം നേരെ കുറച്ചും കൂടി പോയി കഴിയുമ്പോൾ മുളവാടാണ്. അവിടെ നിന്ന് എളുപ്പ വഴിയിൽ ഇങ്ങനെ കളമശ്ശേരി ഭാഗത്തേക്ക് പോകാൻ വേണ്ടി അവർ ഈ ഒരു ക്രോസ്, ഇത് കട്ടിങ് ഉപയോഗിക്കും. അതിന് അവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ റോങ് സൈഡ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഇങ്ങനെ റോങ് സൈഡ് കയറി വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് നമ്മൾ കാഴ്ചകൾ കണ്ട് പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പതിയെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ താഴോട്ട് പോകും, ചിലപ്പോൾ സൈഡിലേക്ക് പോകും. കാരണം നേരെ ഒരു 1 വേ ആയതുകൊണ്ട് നേരെ വാഹനം വരും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കണില്ല. അപ്പോൾ ഈ ഒരു ക്രോസ് കടക്കാൻ വേണ്ടി ഇവന്മാരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് കയറി വരും. അപ്പോൾ അന്ന് സംഭവിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു 30 വയസ്സുള്ള സ്ത്രീയായിരുന്നു. അവർ സ്കൂട്ടറായിട്ടാണ് വന്നത്. ഞാനപ്പോൾ ദൂരെ ഞാൻ ശ്രദ്ധിക്കുന്നതുമില്ല, കാരണം ഞാൻ സൈഡിലോട്ടൊക്കെ നോക്കിയാണ് പോകുന്നത്. നമ്മുടെ ഈ ഹെൽമെറ്റിൻ്റെ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ അധികം ലോങ് കാണാൻ പറ്റില്ല. തല ചെറുതായിട്ട് മുമ്പിട്ടാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണമില്ലല്ലോ ഇങ്ങനെ ഈ വഴി കയറി വരും, നമ്മളൊട്ട് പ്രതീക്ഷിക്കണമില്ല. അപ്പോൾ അതെ കണ്ടോ, വരുന്നുണ്ടോ? കണ്ടോ കേട്ടോ, വരുന്നുണ്ട് കേട്ടോ, കണ്ടോ? അതും ലൈറ്റ് ഇട്ട് ഇവനിപ്പോൾ സ്ലോ ആക്കിയിട്ടുണ്ട്. അത് അതിവേഗത്തിലായിരിക്കും ഇവർ വരുന്നത് കേട്ടോ, കണ്ടോ? കേട്ടോ, അതിവേഗത്തിൽ വരാറുണ്ട്. ഇയാളെ ഇച്ചിരി പ്രായമുള്ള ആളായതുകൊണ്ട് ഇത്തിരി സ്ലോ ആക്കി. അല്ലാന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് കയറി വരും. കാരണം ഇത് നമ്മളോട്ട് പ്രതീക്ഷിക്കണില്ല. അന്ന് ഈ സ്ത്രീ അടുത്തെത്തുമ്പോഴെങ്കിലും ഹോൺ അടിക്കണ്ടേ, അല്ലെങ്കിൽ ഒച്ചയെങ്കിലും ഉണ്ടാക്കണ്ടേ, ഒന്നും ചെയ്തില്ല. മുട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവരാ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മൾ പലതും ആലോചിച്ച് കാരണം ഇങ്ങനെ വരുന്ന ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇവിടുന്ന് ആ ജംഗ്ഷൻ കണ്ടത്, അവിടെ കുറച്ച് ആ ഭാഗത്ത് അവിടെ നിന്നാണ് ഈ കയറി വരുന്നത്. അവിടെ മുളവാടിലേക്കുള്ള വഴിയാണ്, ലെഫ്റ്റ് സൈഡിലേക്ക്. അവിടെ നിന്ന് എളുപ്പ വഴിയിൽ വരുന്നതാണ് ഈ ടീം. അപ്പം അന്ന് തട്ടി. പിന്നെ രണ്ടുപേരും സ്പീഡ് കുറവായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വലിയ അപകടം ഉണ്ടായില്ല എനിക്ക്. പക്ഷെ അവർക്ക് പണി കിട്ടി. കാരണം വെച്ചാൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ വണ്ടി മറിഞ്ഞു വിടല്ലോ, 2 വണ്ടിയും മറിഞ്ഞു, 2 സ്കൂട്ടർ, അവർ സ്കൂട്ടറും മറിഞ്ഞു, എൻ്റെ സൈക്കിളും മറിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വാഹനം അത് സ്കൂട്ടർ ഓഫ് ചെയ്യാതെ പൊക്കാൻ ശ്രമിച്ച് ആ സ്കൂട്ടർ ഇവരെയും വലിച്ചുകൊണ്ട് നേരെ നടു റോഡിലോട്ട് അങ്ങ് പോയി. അവിടെ ചെന്ന് ഒരു വീഴ്ച, അവർക്ക് കൈക്കെന്തൊക്കെ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഭാഗ്യത്തിന് വലിയ വാഹനങ്ങൾ ദൂരെയായിരുന്നു, ലോറി, കണ്ടെയ്നർ ലോറികൾ പോലുള്ള. വേണ്ട വീട്ടിൽ കസേരയിട്ട് സംസാരിക്കുന്ന പോലെയാണ് നടു റോഡിൽ വാഹനം ചുമ കയറി സംസാരിക്കുന്നത്. അതാണ് ഈ ആളുകൾ ശരിയല്ല, അതാണ് പ്രോബ്ലം. റോഡ് സംസ്കാരമില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ പറഞ്ഞു വന്നാൽ അപ്പോൾ അവർക്ക് എന്നിട്ട് അവർ നേരെ സ്കൂട്ടർ അവരെയും വലിച്ചുകൊണ്ട് നേരെ പോയി. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പരിക്കുണ്ടാവില്ലായിരുന്നു 2 പേർക്ക്. അപ്പോൾ ആ ആക്സിഡൻറ്റിൽ എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. എന്നാലും കാലിന് അല്ല ഈ ഹാൻഡിൽ വന്നെൻ്റെ വാരിയലിൽ തട്ടി. വാരിയലില്ല, നമ്മുടെ നെഞ്ചത്ത് ഹാൻഡിൽ തട്ടിയിട്ട് എനിക്ക് അവിടെ നല്ല വേദന ഉണ്ടായിരുന്നു. 2-3 ദിവസം ആ വേദന ഉണ്ടായിരുന്നു. അത് മാറി, അത്രേ ഉള്ളൂ. അതൊരു 2 ആഴ്ച മുമ്പ്, 2-3 ആഴ്ച മുമ്പാണ്. അപ്പോൾ ഈ 2 ആക്സിഡൻസും ഞങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ടുണ്ടായതാണ്. കാരണം 2 പേരും അവരവരുടെ എന്താ പറയുക, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്ന് ഒരു സ്കൂട്ടർ കയറി വരുന്നു, നമ്മളെ തട്ടിയിടുന്നു. അപ്പോൾ അവർ നിർത്തണ്ടേ, ബ്രേക്ക് ഔട്ട് നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഞാൻ പതിയെ പോയി തൊട്ടടുത്ത് കണ്ടാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ബ്രേക്ക് പിടിക്കും, എനിക്ക് ബ്രേക്ക് പിടിച്ചിട്ടും ചെയ്യും. പക്ഷെ അവരും ബ്രേക്ക് പിടിക്കാൻ നിന്നില്ല, ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടിട്ട് പോലും അവർ വളരെ കൂളായിട്ട് കയറി വന്നു. അത് പ്രായം കുറേ ഒരു 10-30 വയസ്സുള്ള സ്ത്രീയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, വാഹനം ഓടിച്ചുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത്തരം ആളുകളുടെ അടുത്ത് വാഹനം കൊടുത്തു വിടരുത്. നമ്മളെ ആ ഒരു ഇതിൽ നമ്മൾ ദുഃഖിപ്പിച്ചതെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, കാറിൽ വന്നിട്ട് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകുന്നു. പക്ഷേ ആ വീട്ടുകാർ
എന്നോട് ഒന്നും എന്തെങ്കിലും പറ്റിയോന്നോ ഒന്നും ചോദിക്കാനോ ഒന്നും നിന്നില്ല. അവരെയും കൊണ്ട് പതി അങ്ങ് പോയി. സ്കൂട്ടായി. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്താണ് തെറ്റുന്നവർക്കറിയാം. കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് റോങ് സൈഡ് അവരായിരുന്നല്ലോ. തൻ്റെ എല്ലാ വാഹനത്തിന് ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സ്കൂട്ടറിന്. അപ്പോൾ അവരെങ്ങനെയെങ്കിലും മുങ്ങാനാണ് ശ്രമിച്ചത്. ഇതൊക്കെയാണ് അവസ്ഥ. നമ്മൾ പറയുമ്പോൾ ഇതാണ്. അപ്പോൾ അവർ നമ്മളോട് ഒരു 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 ഇതുപോലും ചോദിച്ചില്ല, എന്തെങ്കിലും പറ്റുമോ ഇല്ലേ, എന്തെങ്കിലും ഉണ്ടോ. കാരണം അവരാണല്ലോ റോങ് സൈഡ് വന്നത്. നമ്മൾ വിട്ട്. കാരണം വിവരമില്ലാത്തതുകൊണ്ടാണ് അവർക്കത് സംഭവിച്ചത്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, എതിരെ വരുന്ന ആൾ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടാൽ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തണ്ടേ. അവർ റോങ് സൈഡല്ലേ. അന്നൊരു ഓട്ടോക്കാരൻ മാത്രമേ എന്നോട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുള്ളൂ, എനിക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. കാരണം പുള്ളി പറഞ്ഞത് ഇവർ സ്ഥിരം ഇങ്ങനെ റോങ് സൈഡ് കയറി വരുന്നുണ്ട്, ആക്സിഡൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടല്ലേ, നമ്മൾ കണ്ടില്ലേ, ഇത്രയും കണ്ടിട്ട് അവർ പഠിച്ചിട്ടില്ല, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അതങ്ങനെ. അപ്പോൾ റോങ് സൈഡ് വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. എതിരെ വരുന്ന ആൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അയാൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം നിങ്ങൾ പോകാൻ. അല്ലാതെ ചുമ്മാ തോന്നിയ പോലെയൊക്കെ പോകാൻ നിൽക്കരുത്. നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. ഒരു കേസായാലും നഷ്ടം നിങ്ങൾക്കാണ്. ഓക്കെ, ഇത് പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ണൂർ റോഡിൽ തന്നെയാണ്. നമ്മൾ റൈഡിങ് അപ്പോഴും നിർത്തിയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു റൈഡിങ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ആക്സിഡൻസിൽ നമുക്ക് പരിക്കൊക്കെ ഉണക്കി വരുന്നേ ഉള്ളൂ. എവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്. പിന്നെ കാലിൻ്റെ ഞരമ്പിനാണ് പിന്നെ പണി കിട്ടിയത്. വലത് കാലിൻ്റെ മുട്ടുകാലിൻ്റെ പുറകേജായിട്ട് ആ ഞരമ്പ്, കാരണം ഇത് അത് വേറൊരു ആക്സിഡൻ്റാണ്. അത് നമുക്ക് ഓക്കെ. അപ്പോൾ അങ്ങനെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കത് വന്ന് ഈ പെടൽ വന്ന് നമ്മുടെ കാലിൽ തട്ടാണല്ലോ. ഞാനും എല്ലാം മറിഞ്ഞു വീണിട്ടാ റോഡിലേക്ക്. വൈറ്റില മേൽപ്പാലമാണ്. നമുക്ക് രണ്ടാമത്തെ ആക്സിഡൻറ്റ് കിട്ടിയത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ക്ലൈംബ് ഒഴിവാക്കണ്ടല്ലോ എന്ന് കരുതി പാലത്തിന് മുകളിൽ കൂടി പോകാൻ പതിവ്. പക്ഷെ അന്ന് എന്താണാവോ, ഞാൻ നടന്നാണ് പോയത്. നടന്നു പോയെന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി ഈ വൈറ്റ് ലൈൻ കണ്ടോ, വൈറ്റ് ലൈനിൽ കൂടിയാണ് നമ്മൾ പോകണം കേട്ടോ. അങ്ങനെ പോകുമ്പോഴാണ് പുറകിൽ നിന്ന് ഓട്ടോറിക്ഷ ഏകദേശം നാലാമത്തെ പോസ്റ്റിൻ്റെ അടുത്ത്, ചേട്ടൻ കയറിയിട്ടില്ല. അവിടെ എത്തിയപ്പോഴേക്കും എന്നൊരു ഒച്ച കേട്ട് ഞാൻ സൈക്കിളെല്ലാം കൂടി റോട്ടിൽ വീണ് നോക്കുമ്പോൾ എന്താ, ഈ ഹാൻഡലിലാണ് അവൻ തട്ടിയേക്കണത്. അപ്പോൾ ഇത്രയും ഞാൻ ഈ ലൈനിൽ കൂടി പോയിട്ട് അവൻ ഇത്രയും ചേർന്ന് വരണമെങ്കിൽ അവന് എന്തായിരിക്കും അവൻ്റെ പ്രശ്നം. അപ്പോൾ കുറച്ച് ദൂരം മാറ്റി അവൻ വണ്ടി നിർത്തി വന്ന് ഞാൻ വീണല്ലോ. സ്വാഭാവികമായിട്ട് വണ്ടി നിർത്തി അവൻ നിർത്തി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അവൻ കണ്ടില്ല എന്ന് പറയണത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഒന്നില്ലേ മൊബൈൽ ഫോണിൽ നോക്കി വണ്ടി ഓടിച്ച്, അല്ലെങ്കിൽ നിനക്ക് ഹെഡ്ലൈറ്റ് ഇല്ല. ഇതിലേതൊന്നോ സംഭവിച്ചിട്ടുണ്ട്. സത്യത്തിന് അവന് ഹെഡ്ലൈറ്റ് ഉണ്ടായില്ല. അവൻ ഇരുട്ടത്താണ് വന്നത്. ഇരുട്ടായതുകൊണ്ട് അവൻ പരമാവധി ഈ സൈഡ് ചേർന്നാണ് വന്നത്. അവൻ പ്രതീക്ഷിക്കുന്നില്ല, എന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇതുപോലത്തെ റിഫ്ലക്ടർ ആംബുലൻസ് അതാ റിഫ്ലക്ടറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇതിൽ സാധാരണ പോവാറ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതാണ്. ഉദ്ഘാടനത്തിന് നിറയെ സീരിയൽ ലൈറ്റും മറ്റും നിറച്ചൊക്കെ ഇടും. ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോഴത്തേക്കും സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടാവില്ല. കൂട്ടാക്കൂട്ടിയിട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. പാലത്തിന് മുകളിലാണ് കേട്ടോ. ആളുകളുടെ നിന്ന് ടാക്സി മേടിച്ചിട്ട് കൂട്ടാക്കൂട്ടിയിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ആളുകൾക്ക്. ഇതുപോലുള്ള ആക്സിഡൻസ് ഉണ്ടാവും. എന്നെ ദുഃഖിപ്പിച്ച വേറെ കാര്യമൊന്നുമല്ല, ഹാൻഡിൽ തിരിഞ്ഞു പോയി. പിന്നെ ഫ്രണ്ട് വീല് റിമ്മ് പൊളഞ്ഞു, കമ്പി വളഞ്ഞിട്ട് വീല് പൊളഞ്ഞു. പിന്നെ ഒരു കണക്കിന് നമ്മളത് ഞാൻ തന്നെ ശരിയാക്കി എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടായിട്ടില്ല. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി വളഞ്ഞിട്ടുണ്ട്. ചെറിയ ഷോർട്ട് ബെൻഡാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ചെറിയൊരു ഇതിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വീല് പോയാൻ സാധ്യതയുണ്ടാവും. ലോങ് ട്രിപ്പ് പോകാൻ വേണ്ടി
എന്തായാലും അത് അധികം പ്രായമുള്ളതൊരു പയ്യനായിരുന്നു, അവന് എക്സ്പീരിയൻസ് ഇല്ല ഓട്ടോക്കാരനെ. അത് പ്രൈവറ്റ് വണ്ടിയോ മറ്റോ ആണ്, കാരണം അവന് യൂണിഫോം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ആ പുള്ളി എടുത്ത് പൊക്കളാൻ പറഞ്ഞു. നഷ്ടം ഞങ്ങൾക്ക് മാത്രം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ നഷ്ടമെന്ന് പറയാൻ പോലും എനിക്ക് അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. എന്താ പറയുക, ഇല്ല, അങ്ങനെ നഷ്ടം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല ഒരിക്കലും. അതുകൊണ്ട് ആ പുള്ളിയെടുത്ത് ഞാൻ പൊക്കാൻ പറഞ്ഞൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പേടിയാണ് പോക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ രണ്ട് ആക്സിഡൻസും. അന്ന് ഇതുപോലെ ഒരു വണ്ടി പുറയുന്ന അവൻ്റെ തൊട്ട് പുറയുന്ന വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പണമായതിന് അത് വേറെ കാര്യം. ആ സമയത്ത് വണ്ടികൾ പൊതുവെ കുറവായിരുന്നു ഓട്ടോ വന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു നഷ്ടം അല്ലെങ്കിൽ ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ട്രിപ്പ് പോകാൻ വേണ്ടി പരമാവധി സൂക്ഷിച്ച് ഓടിക്കുന്ന സൈക്കിളാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ റിമ്മ് പൊളഞ്ഞ സ്ഥിതിക്ക്, അതിൻ്റെ കമ്പി പൊളഞ്ഞ സ്ഥിതിക്ക് ഇനി ചെറിയ കട്ട് ആടിയാൽ പോലും ചിലപ്പോൾ റിമ്മ് പൊളയാം. കൂടുതൽ ലോഡൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇച്ചിരി പാടാണ്. ഇതൊന്നാമത് അവിടെ കൊണ്ട് സർവീസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും കംപ്ലീറ്റ് മാറണം, റിമ്മും കമ്പിയും എല്ലാം മാറണം എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് റിമ്മൊക്കെ കുളവ് തീർത്തിട്ട്. എപ്പോഴും അധികം തീർന്നിട്ടില്ല, ഇനി സാവധാനം കൊണ്ടേ കൊടുക്കാമല്ലോ എന്ന് എഴുതിയിട്ടാണ്. തൽക്കാലം ഓടിക്കാൻ പാകത്തിന്, ചവിട്ടാൻ പാകത്തിന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു 2-3 ആഴ്ചത്തെ സംഗതികൾ കേട്ടോ. ഇതൊക്കെ പലപ്പോഴും പലയിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്രത്യേകിച്ച് അതിനകത്ത് വലിയ കാര്യം ആക്കണില്ല. രണ്ട് കേസിലും നമ്മളുടേതായ ഞങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല. രണ്ടും ഒരാൾ പുറകിൽ നിന്ന് ലൈറ്റ് ഇല്ലാതെ വന്നു, അവൻ ഹാൻഡിൽ കണ്ടില്ല, ഹാൻഡിൽമ തട്ടി. എന്നെ കണ്ടു കാണും. ഒരു പക്ഷേ ഞാൻ സൈക്കിളിൻ്റെ ഇരുന്നാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ അവനെന്നെ മറിച്ചിട്ടേനെ. എൻ്റെ മുതുകിലിടിച്ച് നട്ടല് 2 പീസാക്കാവുന്ന പരുവത്തിലാക്കിയതിനകത്ത് എന്തോ ഭാഗ്യത്തിന് നടക്കണേ ചെയ്തു. അവൻ്റെ ഹാൻഡിൽമ തട്ടി, കാല് പെടല് സൈക്കിളിൻ്റെ പെടല് കാലിൻ്റെ പുറവശത്ത് തട്ടിയിട്ട് ഒരു 4 ദിവസത്തേക്ക് നല്ല സുഖമായിരുന്നു. നീലച്ച് കിടക്കായിരുന്നു അവിടെ. 4 ദിവസം കാലനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇത്രേ ഉള്ളൂ. എന്തായാലും ഇനി പഴയ വീഡിയോകൾ കുറച്ച് വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. പഴയ വീഡിയോസ് കുറച്ചിടാമെന്നാണ് ധരിക്കുന്നത്. കാരണം ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മൾ പഴയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും കുഞ്ഞമ്മണി ചേർന്നിട്ടുള്ള വീഡിയോ, ആ വീഡിയോകൾ നമ്മളിനി ഒഴിവാക്കിയാൽ ശരിയാവില്ല. അതിടുക എന്നുള്ളത് പ്രധാനമാണ്. അതാണ് പ്രധാനമായിട്ടും ലൈഫിലെ മെയിൻ വീഡിയോസ്. അപ്പോൾ അത് അത്യാവശ്യമായിട്ട് ഇടണം എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പിള്ളേർ നിർത്തി തരും കേട്ടോ. ചില പിള്ളേർ, ചിലവർ സ്ത്രീകളൊന്നും നിർത്തില്ല. സ്ത്രീകൾക്ക് എന്തോ അവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്ന ആരാണെന്നറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ പഴയ വീഡിയോസായിരിക്കും ഇനി വരുന്നത് കേട്ടോ. ഞങ്ങളെ കുഞ്ഞമ്മണിയുടെ വീഡിയോ അറിയുന്നുള്ള വീഡിയോസായിരിക്കും ഇനി കുറച്ച് വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് ഓക്കെ, ഇത് ചെറിയ ഇൻഫർമേഷൻ പോലുള്ളൊരു വീഡിയോ അത്രേ ഉള്ളൂ. സൈക്കിളിനെ സംബന്ധിച്ച കുറച്ച് ഇൻഫർമേഷൻ അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പാലാരിവട്ടം പാലം അടുക്കാറായിട്ടില്ല കേട്ടോ.
നമ്മൾ സ്റ്റോവിലെ പോകണം. അപ്പം ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്.